Hi everyone, welcome to Franklin's Lectures. Decide your college in one click. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് നോക്കാം. കീം എഴുതിയിട്ട് നമുക്ക് കീം എൻട്രൻസ് വഴി കയറാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരാണ്. ഓക്കെ, ഇത് ഒരു ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് അണ്ടർ IHRD കീഴിൽ വരുന്ന ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. 1993 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. ഓക്കെ, NBA NAC അക്രഡിറ്റഡ് കോളേജാണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, ഉണ്ടല്ലോ വലിയ ക്യാമ്പസ്. ഓക്കെ, അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 150 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 420 സീറ്റ് കോളേജിലുണ്ട്. ഓക്കെ, അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെന്റ്, NRI കോട്ട വഴി നമുക്ക് കയറാം. അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 10,038 അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടെങ്കിലേ കോളേജിൽ കിട്ടുള്ളൂ. മീൻസ് 10K അടുത്ത റാങ്ക് ഉള്ളവർക്ക് കിട്ടുന്ന കോളേജാണ്. കമ്പ്യൂട്ടർ സയൻസിന് വന്നിട്ടുള്ളത് 10,038. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് വന്നിട്ടുള്ളത് 12,694. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 17,595. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 12,439. ഓക്കെ, ഇനി കാറ്റഗറി വൈസ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വേറെ തന്നെ ഉണ്ട്. ഇനി അവിടുത്തെ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ ഇലക്ട്രിക്കലിന് 42,000, CSE, CSC, ANML ആൻഡ് ECക്ക് വന്നിട്ടുള്ളത് 47,250 അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. ഓക്കെ, അത് അവിടെ എന്തുണ്ടാവും, ലോവർ ഫീ ഉണ്ടാവും, പിന്നെ ഹയർ ഫീ ഉണ്ടാവും. ഓക്കെ, ലോവർ ഫീന്റെ റേഞ്ച് ആയിരിക്കും ഏകദേശം ഇതിൽ വരിക. ഓക്കെ, ഹയർ ഫീ ആകുമ്പോൾ ഒരു 75 ലെവലിലോട്ട് കയറും. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി, ക്യാമ്പസ് ഏരിയ ഇത്രയും കൊടുത്തിട്ടില്ല. ലൈബ്രറി ഉണ്ട്, ലൈബ്രറി, ഫാബ് ലാബ് ഉണ്ട്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പോർട്സ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അവിടുത്തെ ലബോറട്ടറീസ്, എല്ലാ ബ്രാഞ്ചിൻ്റെയും ലബോറട്ടറീസ് ഉണ്ട്. മൈക്രോ കൺട്രോളർ ലാബ് ഉണ്ട്, പ്രോസസ് കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ലാബ്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ലാബ്, കമ്മ്യൂണിക്കേഷൻ ലാബ്, പ്രൊജക്ട് ലാബ്, സർക്യൂട്ട് ലാബ്, ഡിജിറ്റൽ ആൻഡ് മൈക്രോ പ്രൊസസർ ലാബ്, VLSI ആൻഡ് എംബഡഡ് സിസ്റ്റം ലാബ്. ഇതൊക്കെ നോർമലി നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിന് എന്തുണ്ടാവും, ഈ ലാബുകൾ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അവിടുത്തെ പ്ലേസ്മെന്റ് സമ്മറി നോക്കാം. അവിടുത്തെ ഹയസ്റ്റ് സാലറി 9 LP ആണ്. ആവറേജ് സാലറി കൊടുത്തിട്ടില്ല. ഇവിടെ ക്യാമ്പസിന്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 208 ജോബ് ഓഫർ ഉണ്ടായിരുന്നു. 9 ആയിരുന്നു ISS LPA ആൻഡ് 129 സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയി. ഇപ്പൊ 208 ഓഫർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ 1-2 കിട്ടിയിട്ടുണ്ടാവും. അവിടെ കമ്പനി വൈസ് എത്ര ആൾക്കാർ എടുത്തു എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിലുണ്ട്, ഇത് 2025 ഡാറ്റ, കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ്. ഓക്കെ, IBM, റേഡൽ ഇലക്ട്രോണിക്സ്, കുറെ മിഡ്സോഗോ, EY, അങ്ങനെ നല്ല നല്ല കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് TCS, ഇൻഫോസിസ്, EY, UST ഗ്ലോബൽ, IBM, ഫെഡറൽ ബാങ്ക്, ഡിജിറ്റൽ കോർ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, ടെക്നിക്കൽ പ്രൊജക്ട്, സ്റ്റുഡൻറ് എൻഗേജ് ഇൻ പ്രൊജക്ട് സച്ച് ആസ് AI based legal advisor. Okay, student engaged in projects such as AI based legal advisor and IoT based smart parking, spacecraft pose estimator and medical image classification. Research areas, metaverse, AI machine learning application, digital marketing platform, assistive technology for the visually impaired. Forums and initiatives, IEEE, active participation in IEEE and other technical forum to promote research. Institution prioritize practical industry relevant and റിസർച്ചിനാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അവിടെ കൾച്ചറൽ ഫെസ്റ്റ് നടക്കാറുണ്ട്. എന്താണ്, AGM 26 ആനുവൽ ജനറൽ മീറ്റിംഗ്. ഓക്കെ, ഇത് കൾച്ചറൽ ഫെസ്റ്റ് അല്ല, അവിടുത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഓക്കെ, അല്ലാതെ കൾച്ചറൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട് എന്നുള്ളതിൻ്റെ ഫോട്ടോസാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ്സും ക്ലബ്സും ആണ്. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്. പിന്നെ കൂടാതെ
നേവൽ NCC യൂണിറ്റ്, അങ്ങനെ അവിടുന്ന് എന്തുണ്ട്, കുറെ ക്ലബുകളുണ്ട്. ഇനി കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂസ് നോക്കാം. മെമ്മറീസ് ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞിട്ട്, ഇറ്റ് ഈസ് എ ഗുഡ് പ്ലേസ്മെന്റ് ആൻഡ് എ ഫാം ക്യാമ്പസ് ബട്ട് സെൽഫ് എഫേർട്ട് മാറ്റർ എ ലോട്ട്. സെൽഫ് എഫേർട്ട് വേണം, അല്ലാതെ പ്ലേസ്മെന്റ് ഒന്നും കിട്ടില്ല. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അടുത്ത കോളേജ് നമുക്ക് ഏതാ നോക്കാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയും ഒരു ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് തന്നെയാണ്. IHRDന്റെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. 2004 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് ആണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ഫോട്ടോസ് നോക്കാം. ഇതാണ് കോളേജ്. ഇനി അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 60 സീറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 270 സീറ്റാണുള്ളത്. ഇവിടുത്തെ അഡ്മിഷൻസ് സ്കീം മാനേജ്മെന്റ് NRI കയറാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിന് 30,050 വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 18,931. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് വന്നത് 33,420. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 25,548 വന്നത്. സ്റ്റേറ്റ് മെറിറ്റ് കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 65,000 ഹയർ ഫീസ് ആയിരിക്കും. അത് കൂടെ അവിടെ ലോവർ ഫീസും ഉണ്ടാവും, കാരണം കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ആയതുകൊണ്ട് അവിടെ കുറഞ്ഞ ഫീസുള്ള ഇതും ഉണ്ടാവും. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 25 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, കമ്പ്യൂട്ടർ സെന്റർ, കോൺഫറൻസ് ആൻഡ് സെമിനാർ ഹാള്, ട്രാൻസ്പോർട്ടേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹോസ്റ്റല്, ക്യാൻറ്റീൻസ് ഒക്കെ ഉണ്ട്. ലാബിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. മീൻസ് മെയിനായിട്ട് അവിടെ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും ആണുള്ളത്. പിന്നെ ഇലക്ട്രിക്കലിന്റെ ഒരു ബാച്ചും ഉണ്ട്. ഓക്കെ, പിന്നെ പ്ലേസ്മെന്റ് സമ്മറി, ആവറേജ് സാലറി കൊടുത്തിട്ടുണ്ട് 4 LP ആണ്. അവിടെ ഇൻഫോസിസ്, ഫെഡറൽ ബാങ്ക്, വിപ്രോ, EY, ടാറ്റ, സദർലാൻഡ് ഒക്കെ വന്നിട്ടുണ്ട്. UST ഗ്ലോബൽ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് നോക്കാം. അവിടെ IEDC ഉണ്ട്. IEDC സപ്പോർട്ട് സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് കൺസേൺ വിത്ത് ദി ICT അക്കാദമി ഓഫ് കേരള. ടെക്നിക്കൽ പ്രൊജക്ട്സ്, സ്റ്റുഡൻറ് എൻഗേജ് ഇൻ എ പ്രൊജക്ട് സച്ച് ആസ് സ്മാർട്ട് സോളാർ പാനൽ ക്ലീനിങ് റോബോട്ട്, എ പ്രോട്ടോടൈപ്പ് ഡിസൈൻ ഫോർ അഡ്വാൻസ്ഡ് റിമോട്ട് കൺട്രോളിംഗ് ക്ലീനിങ്. അതായത് സ്മാർട്ട് സോളാർ പാനൽ ക്ലീനിങ് ചെയ്യുന്ന റോബോട്ട്, അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് വെർച്വൽ ഡോക്ടർ റോബോട്ട്, ആൻഡ് IoT ബേസ്ഡ് യൂസർ ഫ്രണ്ട്ലി ഹെൽത്ത് മോണിറ്ററിംഗ് റോബോട്ട്. ഓട്ടോമാറ്റിക് ഇറിഗേഷൻ സിസ്റ്റം ആൻഡ് ഓർഡിനോ ബേസ്ഡ് സിസ്റ്റം ഫോർ മോയ്സ്ചർ ഡിറ്റക്ഷൻ. കണ്ടിന്യൂസ് patient health monitoring system, a device for tracking health status. Faculty training, faculty members are trained by the Entrepreneurship Development Institute of India EDII to foster an innovative culture. Support system, the college encourages students startup by providing access to Kerala Startup Mission resource and funding for initial entrepreneur effort. അതിന് ഫണ്ടിങ് ഒക്കെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഓക്കെ, ഫെസ്റ്റിന്റെ ഫോട്ടോസ് ആണ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലബുകൾ ഏതൊക്കെ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, തിങ് ഹബ് ഉണ്ട്, സ്പോർട്സ്, മ്യൂസിക് ക്ലബ്ബ്, അങ്ങനെ ധാരാളം ക്ലബ്ബുകളുണ്ട്, ക്ലബ്സ് ഉണ്ട്. അവിടുത്തെ റിവ്യൂ നോക്കാം. എ കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ടു ലേൺ ആൻഡ് ഗെറ്റ് ഗുഡ് പ്ലേസ്മെന്റ് എന്ന റിവ്യൂ ഉണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. ഓക്കെ, അടുത്തത് ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാടിനിലം. ഓക്കെ, പടനിലം. ഓക്കെ, ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, 2002 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. ഓക്കെ, NBA ആൻഡ് NAC അക്രഡിറ്റഡ് കോളേജാണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ് കേട്ടോ, ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, കോളേജിന്റെ ഫോട്ടോസ് നോക്കാം. ഓക്കെ,
നല്ല ക്യാമ്പസ്. അവിടുത്തെ ബ്രാഞ്ചുകളും അതിനുള്ള സീറ്റ്സും നോക്കാം. ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗിന് അവിടെ 30 സീറ്റ് ഉണ്ട്. ഇത് സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജ് ആട്ടോ. ഓക്കെ, സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജ് ആണ്. അവിടെ എന്തുണ്ട്? ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 240 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ANML ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 60 സീറ്റ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 30 സീറ്റും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റും ഫുഡ് ടെക്നോളജിക്ക് 30 സീറ്റും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റും. അങ്ങനെ ടോട്ടൽ 600 സീറ്റാണുള്ളത്. അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് നോക്കാം. അവിടെ അഡ്മിഷൻ മോഡ് കീമു മാനേജ്മെന്റ് NRI കയറാം. ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജിക്ക് വന്നിട്ടുള്ളത് 59,000 സംതിങ് ആണ് വന്നത്. സിവിൽ എഞ്ചിനീയറിംഗിന് 66,000 സംതിങ്ങും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 45,980 ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അതിന് വന്നിട്ടുള്ളത് 36,103 ആണ്. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 62,869 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് വന്നത് 63,338 ആണ്. ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 63,058 ആണ്. ഫുഡ് ടെക്നോളജിക്ക് വന്നത് 62,690 ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 57,212 ആണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചും ഒരു 60 ലെവലിലാണ് വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ 36,000 സംതിങ്ങിന് വന്നത്. ഓക്കെ, അവിടുത്തെ ഫീസ് നോക്കാം. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിഫറെന്റ് ഫീസാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബയോടെക്നോളജി ഒരു 95 സംതിങ് ഒരു മുതൽ, കമ്പ്യൂട്ടർ സയൻസിന് 1,20 ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും കുറവ് ബാക്കിയുള്ള ഫുഡ് ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗിനൊക്കെ വന്നിട്ടുള്ളത് 80,670. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 80,670. പിന്നെ ഇലക്ട്രോണിക്സിന് 95, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടറിനും 95,000. അതേപോലെ തന്നെ ബയോ ടെക്നോളജി ബയോ കെമിക്കലിനും. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകൾക്ക് വന്നിട്ടുള്ളത് 1,20,670 ആണ് വന്നിട്ടുള്ളത്. അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി. ക്യാമ്പസ് ഏരിയ 29.59 ഏക്കർ. സെൻട്രൽ ലൈബ്രറി, കോൺഫറൻസ് ഹാള്, റിപ്രോഗ്രാഫിക് ഫെസിലിറ്റീസ്. ഓക്കെ, ഇന്റേണൽ ലാബ്, ഹോസ്റ്റല്, ക്യാൻറ്റീന്, കൗൺസിലിംഗ് സർവീസ്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ജിംനേഷ്യം, പ്ലേ ഗ്രൗണ്ട്, സ്റ്റേഷനറി സ്റ്റോർ, ട്രാൻസ്പോർട്ട്. ഓക്കെ ഓക്കെ ഇനി അടുത്ത ലാബിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്ലേസ്മെന്റ് അവിടുത്തെ ഹയസ്റ്റ് പ്ലേസ്മെന്റ് കൊടുത്തിട്ടുള്ളത് 28 LP ആണ്. ഓക്കെ, ആവറേജ് സാലറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ടെക് മഹീന്ദ്രയും കോഗ്നിസന്റും പ്ലാനറ്റ്, സ്പാർക്സ് അങ്ങനത്തെ കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, കീ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സെല്ല്. റിസർച്ച് കൗൺസിൽസ് നോർമലി എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് സീഡ് മണി ടു ആൻഡ് ഫെസിലിറ്റി ഫണ്ടിങ് ഫോർ ഫാക്കൽറ്റീസ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. റിസർച്ച് കൾച്ചറിന് വേണ്ടിയിട്ട് എന്തുണ്ട്? റിസർച്ച് കൗൺസിൽ ഉണ്ട്. മീൻസ് the institution has a dedicated research council that promote the research culture, provide seed money and facilitate funding for faculty projects. Okay, IEDC സെൽ ഉണ്ട്. 2015 എസ്റ്റാബ്ലിഷ് ചെയ്ത് ആണ്. അത് സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടപ്സിന് എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ടപ്സിനും ഐഡിയേഷനൊക്കെ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്സ്, സ്റ്റുഡൻറ് ഐഡിയേഷൻസ് ആൻഡ് പ്രോട്ടോടൈപ്പിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്. ഓക്കെ, ടു സപ്പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്റ്റുഡൻസ് ഐഡിയ ഇൻ പ്രോഡക്റ്റ്. സെയിം പർപ്പസ് തന്നെയാണ്. സ്പെഷ്യലൈസ്ഡ് റിസർച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. ദ കോളേജ് ഹോസ്റ്റ് അഡ്വാൻസ്ഡ് ലാബ് ഇൻക്ലൂഡിംഗ് കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക് സെന്റർ, നാനോ ടെക്നോളജി റിസർച്ച് സെന്റർ, സ്പേസ് ടെക്നോളജി ലാബ് വർക്ക് ഇൻ പ്രോഗ്രസ്, ബയോ mechanics lab and structural dynamics lab with a horizontal shake table. Okay, key
focus area. Research is activity conducted in renewable energy, AI and machine learning, robotics, sustainable construction and food technology like research focus ഉണ്ട്. Okay. Funded project and collaboration. Faculty members have received research funding from agencies like KSCST and KTU. The college also signed MOU with the industries and research institution for collaborative റിസർച്ചിന് വേണ്ടിയിട്ട് എന്തുണ്ട് MOU ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രി ആയിട്ട്. ടെക്നിക്കൽ ഇവൻ ദ കോളേജ് വാസ് ദ നാഷണൽ ലെവൽ ഹാക്കത്തോൺ ആൻഡ് ടെക്നിക്കൽ എക്സ്പോസ് ടു ഷോക്കേസ് സ്റ്റുഡൻസ് ഇന്നോവേഷൻസ്. ഓക്കെ. നെക്സ്റ്റ് അവിടുത്തെ ഫെസ്റ്റുകളാണ്. ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നടക്കാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് അവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ്. IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, സായി ഉണ്ട്, SAE. ഓക്കെ. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഉണ്ട്. ഓക്കെ. IEI. റിവ്യൂസ് കോളേജ് സാറ്റിസ്ഫൈഡ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റഡീസ് മോർ ദാൻ ക്യാമ്പസ് ലൈഫ്. ക്യാമ്പസ് ലൈഫിനെക്കാട്ടി സ്റ്റഡീസിന് സാറ്റിസ്ഫാക്ടറി ആണ്. ഗുഡ് എൻവയോൺമെന്റ് ആൻഡ് വൈബ് എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. റിവ്യൂസ് ഒക്കെ നിങ്ങൾ നോക്കട്ടോ. അടുത്ത കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുന്നമ്പ്ര. ഓക്കെ. കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുന്നമ്പ്ര. ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2012 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA അക്രഡിറ്റഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ. അടുത്ത കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ്. നല്ല ക്യാമ്പസ്, നല്ല നീറ്റ് ക്യാമ്പസ്. ഓക്കെ. അവിടുത്തെ BTechന്റെ ബ്രാഞ്ചസുകളും സീറ്റുകളും നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ്. അങ്ങനെ ടോട്ടൽ 300 സീറ്റ് ഉണ്ട്. അഡ്മിഷൻസ് നോക്കാം. കീം മാനേജ്മെന്റ് NRI കോട്ട വഴി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അഡ്മിഷൻസ് എടുക്കാം. അവിടുത്തെ ലാസ്റ്റ് ഇയർ കീം കട്ട് ഓഫ് എത്ര നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് വന്നത് 63,706 വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 42,707. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 57,428. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 51,266 അവിടുത്തെ അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ 1,500,000 പെർ ഇയറിൽ. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി ക്യാമ്പസ് ഏരിയ എത്ര കൊടുത്തിട്ടില്ല. ട്രാൻസ്പോർട്ടേഷന്, ക്യാൻറ്റീന്, ഹോസ്റ്റല്, ഓഡിറ്റോറിയം, സെമിനാർ ഹാള്, ബാങ്ക്, ചാപ്പൽ. ഓക്കെ. ലബോറട്ടറീസ്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ്, മെഷീൻസ് ലാബ്, ഓരോന്നിനും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് ലാബുകളും എല്ലാം വളരെ നീറ്റായിട്ടുണ്ട്. ഓക്കെ. പ്ലേസ്മെന്റ് സമ്മറി ഇല്ല. അവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് TCS, ഇൻഫോസിസ് സാധാരണ വരുന്ന കമ്പനികൾ, HRH, നെക്സ്റ്റ്, ഇസാഫ് ബാങ്ക് ഓക്കെ ഒക്കെ വന്നിട്ടുണ്ട്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് IEDC ഉണ്ട്. IEDC എൻവെഞ്ചർ ഐഡിയ ടു റീഡിങ്. നോർമലി നമ്മൾ പറയുന്ന തന്നെ പ്രൊവൈഡിങ് മെന്റർഷിപ്പ് ആൻഡ് ഓർഗനൈസിങ് സ്കിൽ ബേസ്ഡ് വർക്ക്ഷോപ്പ്, ഹാക്കത്തോൺ ആൻഡ് എക്സ്പോസ്, ഇന്റേണൽ ഹാക്കത്തോൺ project expose to showcase student innovation and technical skills എന്ത് ചെയ്യാനും കാണിക്കാനും വേണ്ടിയിട്ട്, ഷോക്കേസ് ചെയ്യാനും വേണ്ടിയിട്ട്. സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ് IEEE ചാപ്റ്റേഴ്സ് ഉണ്ട്. IEEE കമ്പ്യൂട്ടർ സൊസൈറ്റി സ്റ്റുഡൻറ് ബ്രാഞ്ച് ചാപ്റ്റർ എസ്റ്റാബ്ലിഷ് ഇൻ 2021 ആൻഡ് കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി ഇന്നോവേഷൻ ക്ലബും ഉണ്ട്. ഓക്കെ. അക്കാദമിക് ഇവന്റ്, ടെക്നിക്കൽ ഇവന്റ് ലൈക്ക് Mecnova, Mechanical Tech Fest, and host a national level conference such as ICPETC 26. Research focus, faculty and student engage in research with the evidence of patent filing. Example, solar EV charging station, paper publication in IEEE, and participation in learning community like MuLearn. ഓക്കെ. ഫെസ്റ്റ്, അവിടുത്തെ ഫെസ്റ്റുകൾ ഇതാ സീറോ ലൈഫ് പോസ്റ്റ് കണ്ട ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. അവിടുത്തെ
ക്ലബ്സുകൾ നോക്കാം. IEEE, IEDC, NSS, KBA ഇന്നൊവേഷൻ ക്ലബ്ബ്, മ്യൂലേൺ ക്യാമ്പസ് ചാപ്റ്റർ ഒക്കെ ഉണ്ട്. IIC ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നൊവേഷൻ കൗൺസിൽ ഉണ്ട്. കോളേജിനെ പറ്റിയുള്ള റിവ്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് കോളേജ് ലൈഫ് ആൻഡ് പ്ലേസ്മെന്റ് എന്നൊരാൾ കൊടുത്തിട്ടുണ്ട്. I am not satisfied because of event, sports ആക്ടിവിറ്റീസ് ആൻഡ് ക്യാമ്പസ് ലൈഫ് എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ, അത് ഡിപ്പെൻസ് ആണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പുന്നപ്ര അണ്ടർ ദ, ഇതും ഒരു കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. CAPന്റെ കീഴിൽ വരുന്ന, ക്യാപ്പിന്റെ കീഴിൽ വരുന്ന കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. 2008 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ, KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിന്റെ ഫോട്ടോഗ്രാഫ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ബ്രാഞ്ചുകൾ ഏതൊക്കെ നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് അവിടെ 60 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 60 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 450 സീറ്റ് ഉണ്ട്. അവിടുത്തെ അഡ്മിഷൻ മോഡ് കീം, മാനേജ്മെന്റ്, NRI വഴി നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. അവിടെ സിവിൽ എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത് 67,000 സംതിങ്ങും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 43,500 വന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിന് വന്നത് 66,106. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പുതിയ ബ്രാഞ്ച് ആയിരിക്കും, ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇല്ല. ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 65,527 വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നത് 61,931 വന്നത്. മെക്കാനിക്കലിന് വന്നത് 67,000 സംതിങ് ആണ്. ഏകദേശം 67,000 സംതിങ് ആണ് വന്നത്. കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ ഉള്ളൂ, ഏകദേശം 60,065 മുകളിലാണ് കട്ട് ഓഫ് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് മാത്രമേ ഉള്ളൂ 43,501 വന്നത്. ഓക്കെ, ഫീസ് ഏകദേശം 50,430 അപ്രോക്സിമേറ്റ് ആനുവൽ ട്യൂഷൻ ഫീ. 25 ഏക്കർ ക്യാമ്പസ് ആണ്. സെൻട്രൽ ലൈബ്രറി, ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി സിസ്റ്റം, നോർമലി വരുന്ന എല്ലാ എന്തുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഉണ്ട്. മീൻസ് സെമിനാർ ഹാള്, കോൺഫറൻസ് ഹാള്, കമ്പ്യൂട്ടർ ലാബ്, ട്രാൻസ്പോർട്ട്, നോർമൽ എല്ലാതും ഉണ്ട്. ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ലാബ് മാത്രമേ കണ്ടുള്ളൂ, ബാക്കിയുള്ള ലാബുകൾ ഉണ്ടാവും. ഓക്കെ, കാരണം അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ സിവിലിൻ്റെ ലാബുകൾ ഉണ്ടാവും, ഇലക്ട്രിക്കലിൻ്റെ ലാബുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒരു ഫോട്ടോ വെച്ചെന്നേ ഉള്ളൂ. പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. അവിടെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്ന TCSും ഇൻഫോസിസും EYയും UST ഗ്ലോബലൊക്കെയാണ് ഇപ്പോൾ നോർമലി വരുന്ന കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് അവിടെ IEDC സെല്ലുണ്ട്. ഓക്കെ, കൂടാതെ കമ്പ്യൂട്ടർ സയൻസും മെക്കാനിക്കും പ്രൊവൈഡ് റിസർച്ച് ഫെസിലിറ്റി ഇൻക്ലൂഡിംഗ് MTech പ്രോഗ്രാം. സോ രജിസ്റ്റേർഡ് വിത്ത് ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഫോർ ദ ഡെവലപ്മെന്റ് ക്ലബ്. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ് പ്രോഗ്രാമിന് വേണ്ടി ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആയിട്ട് എന്തുണ്ട്, രജിസ്റ്റേർഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻഡസ്ട്രി ഇന്ററാക്ഷൻസ് ആൻഡ് ഇന്റേൺഷിപ്സ്, അലൈൻഡ് പ്രൊജക്റ്റുകളും. സിവിൽ എഞ്ചിനീയറിംഗ് ഓർഗനൈസിംഗ് ടെക്നിക്കൽ ഇവന്റ് സൈറ്റ് വിസിറ്റ് ടു ദി തോട്ടുപള്ളി ബ്രിഡ്ജ് പ്രോജക്ട് ആൻഡ് സൈനിങ് MOU വിത്ത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ARCIT നെറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, MOU സൈൻ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഫെസ്റ്റ് ആൻഡ് സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ്. കോളേജ് ഹോസ്റ്റ് ടെക്നിക്കൽ ഫെസ്റ്റ്, ആർട്സ് ഫെസ്റ്റ്, മെയിൻറ്റെയിൻസ് പ്രൊഫഷണൽ സ്റ്റുഡൻറ് ചാപ്റ്റേഴ്സ് സച്ച് ആസ് IEEE IST ഒക്കെ ഉണ്ട്. കൂടാതെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. ദ ക്യാമ്പസ് ഹോസ്റ്റ് CAP ഓൺഡ് സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ ആസ് വെൽ ആസ് ASAP അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ആൻഡ് കില ട്രെയിനിങ് സെന്റേഴ്സ്. ഓക്കെ, KILA. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇന്നോവേഷൻ, ഫ്യൂച്ചറിസ്റ്റിക് ലബോറട്ടറീസ് വിത്ത് sophisticated instruments and machinery, central computing facility, high speed internet and access to over 2,300 international e-journals വരെ ഉണ്ട്. ഓക്കെ, കോളേജിൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഓക്കെ, കോളേജിൽ ഫെസ്റ്റിൻ്റെ അഥർവ, ഡിക്സ്ട്ര,
Alappuzha Motor Show, other activities. The college annual national level technical fest, workshop games, competitions, Dextra, annual arts and cultural fest, showcase the talent in various cultural field. And Alappuzha Motor Show, the event organized by the Mechanical Engineering Association. Campus also hosts events like sports days, Onam, Christmas celebration, technical workshops. ഇതൊക്കെ നടക്കാറുണ്ട്, അതായത് ഫെസ്റ്റുകളൊക്കെ നടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് സ്റ്റുഡൻസ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ്, IEEE ഉണ്ട്, IEDC ഉണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിള്ള, KILA, ഓക്കെ, ആൻഡ് നാഷണൽ സർവീസ് സ്കീം ASAP ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഇത് രണ്ടും അവിടെയാണ്, കോളേജിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അർത്ഥം. കോളേജിൻ്റെ റിവ്യൂ: I am satisfied because of the faculty and good placement. My college of Engineering and Management പുന്നമ്പ്രനെ പറ്റിയുള്ള റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കട്ടോ. അടുത്ത പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. ഓക്കെ, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, 2015 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്, NBA NAC അക്രഡിറ്റഡ് കോളേജാണ്, KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് നോക്കാം. ഒരു ദ്വീപിൻ്റെ ഉള്ളിൽ ഉള്ള പോലത്തെ ക്യാമ്പസ് അല്ലേ, നല്ല ക്യാമ്പസ്. ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, ബ്രാഞ്ചുകളും ഇൻടേക്കും നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 90 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 60 സീറ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് സൈബർ സെക്യൂരിറ്റിക്ക് 30 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, അങ്ങനെ ടോട്ടൽ 300 സീറ്റാണുള്ളത്. അഡ്മിഷന് കീം മാനേജ്മെന്റ് NRI വഴിയാണ് നമുക്ക് അഡ്മിഷൻസ് കിട്ടുക. അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് സ്റ്റേറ്റ് മെറിറ്റ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗിന് 64,538, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 49,000 സംതിങ് ആണ്. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വന്നത് 52,886, ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇന്റർനെറ്റ് ഓഫ് തിങ് ആൻഡ് സൈബർ സെക്യൂരിറ്റി വന്നത് 49,897 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് വന്നത് 66,800 സംതിങ് ആണ് വന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നത് 61,284 ആണ് വന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 61,566 ആണ് വന്നത്. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ഫീസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കാം. അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ് നോക്കാം. ക്യാമ്പസ് ഏരിയ 10 ഏക്കർ ക്യാമ്പസ് ആണ്. ലൈബ്രറി, കമ്പ്യൂട്ടർ സെന്റർ, വൈഫൈ എനേബിൾഡ് ക്യാമ്പസ്, ട്രാൻസ്പോർട്ടേഷൻ, നോർമൽ ഹോസ്റ്റലും ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അവിടുത്തെ ലാബിന്റെ ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. അവിടെ വന്നിട്ടുണ്ട് ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് TCSഉം ക്വസ്റ്റ് ഗ്ലോബലും IBM ഒക്കെയാണ്. പ്ലാനറ്റ്, സ്പാർക്ക് ഇത്തരം കമ്പനികൾ അവിടെ വന്നിട്ടുണ്ട് എന്നാണ് കാണിച്ചിട്ടുള്ളത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് അവിടെ IEDCയും IIC ഉണ്ട്. ഓക്കെ, സ്റ്റുഡൻസ് ബൈ ദ 2024 ഫ്രം ഐഡിയ ടു ലോഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. മേജർ ഇവന്റ്സ് ആൻഡ് ഹാക്കത്തോണ്. കോളേജ് റീസെൻ്റ്ലി ഓർഗനൈസ്ഡ് ജെൻസിസ് 2.0 24-hour national level in-person hackathon and hosted the India AI Impact Summit 2026 collaboration with the AICT to promote AI in healthcare. ഇത്തരമുള്ള പരിപാടികൾ അവിടെ നടന്നിട്ടുണ്ട്. അക്കാദമിക് ആൻഡ് റിസർച്ച് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് AI പ്രൊവൈഡ് ഫോർ ഇൻസ്റ്റന്റ് കരിക്കുലം bridging theoretical AI concept with a practical application in deep learning and computer visions. Industry collaboration. The institution focus on industry relevant project based learning which include workshop on AI, no code automation and tech fest. Okay, അവിടുത്തെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ടെക് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഓക്കെ, അവിടെ സ്റ്റുഡൻറ് ലൈഫ്സ് ആൻഡ് ക്ലബ്സ് IEEE ഫോസൽ, പ്രൊവിഡൻസ് ഓട്ടോമോട്ടീവ് സെല്ല്,
PRC CAD ക്ലബ്, PRC അസ്ട്രോണമി, ഇതൊക്കെ അവിടുത്തെ ക്ലബ്ബുകളാണ്. നാഷണൽ സർവീസ് സ്കീം മീൻസ് NSS, റിസർച്ച് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് എന്താണ്, പ്രൊവിഡൻസ് റോഡ് സേഫ്റ്റി ക്ലബ്, PRC പ്രോട്ടോ ബോർഡ്സ്, PRCA, അതായത് അവിടുത്തെ ഇന്റേണൽ ക്ലബ്സ് ആണ്. ഓക്കെ, അവിടുത്തെ ഇന്റേണൽ ക്ലബ്സ് ആണ്. അല്ലാതെ പിന്നെ NSSഉം IEEEയും ഉണ്ട്. ഓക്കെ, ഇനി റിവ്യൂ അൺഫോർഗറ്റബിൾ മെമ്മറീസ് ഓഫ് ദ കോളേജ് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ദ കോളേജ് ഈസ് ഗോയിങ് ഗുഡ്. റിവ്യൂസ് നോക്കട്ടോ, കോളേജ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത കോളേജ് സെയിൻറ്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ഉള്ള സെയിൻറ്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. ഇത് സെൽഫ് ഫിനാൻസ് ഓട്ടോണോമസ് കോളേജാണ്. 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA, NAC, ISO ഒക്കെ ഉള്ള കോളേജാണ്. KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, ഇനി അവിടുത്തെ ബ്രാഞ്ചുകൾ ഏതൊക്കെ നോക്കാം. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അവിടെ 60 സീറ്റ്, സിവിൽ എഞ്ചിനീയറിംഗ് 30, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 120, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI ആൻഡ് MLന് 60 സീറ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 30 സീറ്റ്, അങ്ങനെ ടോട്ടൽ 360 സീറ്റ് ഉണ്ട്. അഡ്മിഷൻസ് കീം, മാനേജ്മെന്റ്, NRI വഴി നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. അവിടുത്തെ കീമിന്റെ കട്ട് ഓഫ് 2025 കട്ട് ഓഫ് നോക്കാം. 65,731 ആണ് കട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിന് 66,929, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 67,450, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് വന്നത് 52,251. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിനാണ് കുറവ് വന്നിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി, 52,251. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് വന്നിട്ടുള്ളത് 63,559, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വന്നിട്ടുള്ളത് 62,356, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിട്ടുള്ളത് 61,542 ആണ്. അവിടുത്തെ ഫീസ് ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അഗ്രികൾച്ചറിന് 75,000 ആണ്, സിവില്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഈ ബ്രാഞ്ചുകൾക്കൊക്കെ 50,000 ആണ് ഫീസ്. ബാക്കി അഗ്രികൾച്ചർ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് AI&MLന് ഒക്കെ 75,000 ഫീസ്. ഓക്കെ, അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി. ക്യാമ്പസ് ഏരിയ 15 ഏക്കർ ക്യാമ്പസ് ആണ്. സെൻട്രൽ ലൈബ്രറി, കോൺഫറൻസ് ആൻഡ് സെമിനാർ ഹാള്, സ്റ്റുഡന്റ് അമ്യൂണിറ്റി സെന്റർ, അക്കാദമിക് ഗാലറി, ഹോസ്റ്റല്, ഹെൽത്ത് ഫെസിലിറ്റി മീൻസ് ക്യാൻറ്റീന്, കഫ്തീരിയ ഒക്കെ ഉണ്ട്. ലാബിന്റെ ഒക്കെ ഫോട്ടോസ്. ഓക്കെ, മെക്കാനിക്കൽ ലാബിന്റെ ഫോട്ടോസ് ആണത്. പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. ഓക്കെ, അവിടെ TCS, ടാറ്റ എലക്സി, സദർലാൻഡ്, 6D, 7Edge, ക്യാപ്ജെമിനി, വിപ്രോ ഒക്കെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അവിടുത്തെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, കീ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സെല്ല്. അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ല് R&D സെല്ലുണ്ട്. ഐഡന്റിഫൈയിങ് ത്രസ്റ്റ് ഏരിയ, സപ്പോർട്ടിംഗ് പ്രൊജക്ട് ആൻഡ് ഇൻഡസ്ട്രി അക്കാദമിയ കൊളാബറേഷന് വേണ്ടിയിട്ട് എന്തുണ്ട്, R&D സെല്ലുണ്ട്. സ്റ്റാർട്ടപ്പ് ഓണ്ടർപ്രണർഷിപ്പ്, ദ ലീബ് കോവർക്ക് സെന്റർ ഉണ്ട്. February 28 പ്രൊവൈഡ് എ ഹബ് ഫോർ മെന്ററിംഗ്, കോവർക്കിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാർട്ടപ്പ് ഗ്രോത്ത്. അതിന് വേണ്ടിയിട്ട് ലീപ് കോവർക്കിംഗ് സെന്റർ ഉണ്ട്. ഓക്കെ, ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ആൻഡ് കൺസൾട്ടിംഗ്, CRIC എൻഗേജ് ഈ സ്പെഷ്യലൈസ്ഡ് കൺസൾട്ടൻസി സച്ച് ആസ് ക്വാളിറ്റി മെന്ററിംഗ് ഫോർ റോഡ് പ്രൊജക്ട്സ് ഇൻ ആലപ്പുഴ. ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻറ് റിസർച്ച്, കമ്പ്യൂട്ടർ സയൻസ് കണ്ടക്ട് റിസർച്ച് ഇൻ AI, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് AIയിലും മെഷീൻ ലേണിംഗിലും ഡാറ്റ അനലിറ്റിക്സിലൊക്കെ എന്തുണ്ട്, റിസർച്ച് നടക്കുന്നുണ്ട്. പബ്ലിക്കേഷൻസ് ആൻഡ് ഇവൻ ദ കോളേജ് പ്രൊമോട്ട് ദ റിസർച്ച് പബ്ലിക്കേഷൻ ഇൻഡെക്സ് ജേർണൽ ആൻഡ് ഹോസ്റ്റ് ഇവൻ ലൈക്ക് ദ റീസെന്റ് അഡ്വാൻസ്മെന്റ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഓക്കെ, അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഇവന്റ് റീസെന്റ് അഡ്വാൻസ്മെന്റ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ പേരിൽ ഇവന്റ് എന്ത് ചെയ്യുന്നു, ഹോസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അവിടുത്തെ ഫെസ്റ്റുകൾ
നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ക്ലബ്ബുകൾ ഏതൊക്കെ നോക്കാം. അവിടെ IEEE ഉണ്ട്, IEDC ഉണ്ട്, NSS ഉണ്ട്, പിന്നെ കൂടാതെ ലിറ്ററേച്ചർ ക്ലബ്ബും ഡാൻസ് ക്ലബ്ബും മ്യൂസിക് ക്ലബ്ബും ഒക്കെ ഉണ്ട്. കാറ്റലിസ്റ്റ് ക്ലബ്ബ്, മാഗസിൻ ക്ലബ്ബ്, പിന്നെ മെക്കാനിക്കലിൻ്റെ SAE ഉണ്ട്, സായി. റിവ്യൂ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ഇൻ കേരള കംപ്ലീറ്റ് വിത്ത് കോളേജ് അറ്റ്മോസ്ഫിയർ എന്ന റിവ്യൂ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്സ് ആൻഡ് സ്കാമും എന്തുണ്ട്, റിവ്യൂ ഉണ്ട്. റിവ്യൂസ് നോക്കാം കേട്ടോ. അടുത്ത കോളേജാണ് മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മാവേലിക്കര. ഓക്കെ, മാവേലിക്കര മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2009 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. NBA NAC അക്രഡിറ്റഡ് കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. കോളേജിൻ്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് നോക്കാം. ഓക്കെ, അവിടെയുള്ള ബ്രാഞ്ചുകളും ഇൻടേക്കും നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് അവിടെ 60 സീറ്റ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് 60 സീറ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 360 സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, അഡ്മിഷൻ കീമ് മാനേജ്മെന്റ് NRI വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് അവിടുത്തെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് വന്നത് 66,433 ആണ്. ആൻഡ് സിവിൽ എഞ്ചിനീയറിങ്ങിന് വന്നത് 61,427 ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് വന്നത് 66,838 ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് വന്നത് 65,033 ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് വന്നത് 66,166 ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇല്ല, മീൻസ് പുതിയ ബ്രാഞ്ച് ആയിരിക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നത് 67,458 ആണ്. ഓക്കെ, അവിടുത്തെ ഫീസ് നോക്കാം. ഫീസ് സിവില് മെക്കാനിക്കല് വരുന്നത് 40,000 ആണ് ഫീസ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിനും കൊടുത്തിട്ടുള്ളത് 30,000 ആണ് ഫീസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസിന് ഈ 3 വന്നിട്ടുള്ളത് 60,000 ആണ് ഫീസ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റി 11.96 ഏക്കറാണ്. കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ, കമ്പ്യൂട്ടർ സെന്റർ, ഹോസ്റ്റല്, കഫ്തീരിയ, ബുക്ക് സ്റ്റോർ, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഹെൽത്ത് ക്ലബ്ബ്, യോഗ സെന്റർ ഒക്കെ ഉണ്ട്. ലാബിൻ്റെ ഒക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലേസ്മെന്റ് സമ്മറി കൊടുത്തിട്ടില്ല. അവിടുത്തെ ടോപ്പ് റിക്രൂട്ടേഴ്സ് IBM, ഡെൽ, HCL, TCS, ഇൻഫോസിസ്, UST ഗ്ലോബൽ ഒക്കെയാണ്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, കീ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സെല്ല്, IIC അലൈൻഡ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ സെല്ല്, അലൈൻ വിത്ത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇന്നോവേഷൻ സെൽ. ഓക്കെ, ഇറ്റ് പ്രൊമോട്ട് ഓണ്ടർപ്രണർഷിപ്പ്, ഡിസൈൻ തിങ്കിങ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഡെവലപ്മെന്റ്. Research facilities, the campus features 3 interdisciplinary research lab and mini fabrication lab for prototyping. Funded project in 2023 to 2024, the institution received the 4 funding on awards from the Center of Engineering Research and Development. CERD ന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 4 ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. 4 times ഫണ്ടിങ് റിസീവ് ചെയ്തിട്ടുണ്ട് ഫോർ റിസർച്ചിന്. അല്ല, റിസീവ്ഡ് ഫണ്ടിങ് അവാർഡ് ഫ്രം ഫോർ BTech പ്രൊജക്റ്റിന്. ഓക്കെ, ഇന്നോവേഷൻ എക്സാമ്പിൾസ്, സ്റ്റുഡൻറ് ഹാവ് ഡെവലപ്ഡ് എ പ്രാക്ടിക്കൽ ഹൈ ഇമ്പാക്ട് ടെക്നോളജി സച്ച് ആസ് ഹൈ സ്പീഡ് ഓർഗൻ ഡെലിവറി ഡ്രോണിൻ്റെ എന്തുണ്ടായിട്ടുണ്ടാവും, പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. Focus area research activities cover artificial intelligence, machine learning and AI based sustainable solutions. ഓക്കെ, അവിടെ ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. ഫെസ്റ്റിൻ്റെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. സൺബേൺ പാർട്ടിയൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടുത്തെ ക്ലബ്ബുകൾ നോക്കാം. IEEE ഉണ്ട്, IEDC ഉണ്ട്, ഗൂഗിൾ ഡെവലപ്പർ സ്റ്റുഡൻസ് ക്ലബ്ബ് ഉണ്ട്, IIC ഉണ്ട്, IST ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഉണ്ട്, NSS ഉണ്ട്, സായി
ഇന്ത്യ ഉണ്ട്, SAE ഇന്ത്യ, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഹെൽത്ത് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ് ഒക്കെ ഉണ്ട്. റിവ്യൂ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫാക്കൽറ്റി ആർ ജസ്റ്റ് ഓക്കെ ബട്ട് കോളേജ് ഫെസ്റ്റ് ആൻഡ് അതർ പ്രോഗ്രാംസ് ആർ ഓസം. ഓക്കെ, കോളേജ് പ്രോഗ്രാംസ് ഇതൊക്കെ നന്നായിട്ട് നടക്കാറുണ്ടെന്ന് റിവ്യൂ ഉണ്ട്. ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് കോളേജ് എന്നും റിവ്യൂ ഉണ്ട്. നിങ്ങൾ നോക്കിട്ടോ, റിവ്യൂസ് നിങ്ങൾ നോക്കാം. അടുത്ത കോളേജ് KVM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് IT, കൊക്കോത്തമംഗലം. സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. 2001 എസ്റ്റാബ്ലിഷ് ചെയ്ത കോളേജാണ്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ഓക്കെ, കോളേജിന്റെ ക്യാമ്പസ് ഫോട്ടോഗ്രാഫ്സ് നോക്കാം. അവിടുത്തെ ബ്രാഞ്ചുകൾ നോക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് 30 സീറ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റിക്ക് 30 സീറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 90 സീറ്റ് ഉണ്ട്. കീമ് മാനേജ്മെന്റ് NRI കോട്ട വഴി നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാം. ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് ഇയർ കീമിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് വന്നത് 66,316, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിന് വന്നത് 67,183 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി പുതിയ ബ്രാഞ്ച് ആയിരിക്കും, അതിനെന്തില്ല കൊടുത്തിട്ടില്ല. ഓക്കെ, കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ. 90 പേർക്കുള്ള സീറ്റ് കുട്ടികളെ ഒരു ബാച്ചിൽ ഉണ്ടാവുള്ളൂ. കാരണം ആകെ 3 ബ്രാഞ്ച് അല്ലേ ഉള്ളൂ. ചെറിയ കോളേജ് ആയിരിക്കും. മീൻസ് കോളേജ് കാണാൻ വലുതാണ്, പക്ഷെ കുട്ടികൾ വളരെ കുറവായിരിക്കും. ഫീ സ്ട്രക്ചർ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, ക്യാമ്പസ് ഏരിയ കൊടുത്തിട്ടില്ല. ലൈബ്രറി, ലാംഗ്വേജ് ലാബ്, ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്റ്റൽ, ക്യാൻറ്റീൻ, സ്നാക്സ് കോർണർ, പ്രയർ റൂം ഒക്കെ ഉണ്ട്. ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ബന്ധപ്പെട്ട ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ ലാബ് മാത്രമേ ഉള്ളൂ. ഒക്കെ പ്ലേസ്മെന്റ് ആൻഡ് സമ്മറി കൊടുത്തിട്ടില്ല. ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് വന്നിട്ട് TCS, സദർലാൻഡ്, പ്ലാൻ സ്പാർക്ക്, ICIC ലൈഫ് ഇൻഷുറൻസോ, ഓക്കെ, ഇസാഫ് സ്മാൾ ബാങ്ക്, ഇത്തരത്തിലുള്ള കമ്പനികൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, അക്കാദമിക് ഫോക്കസ് ഏരിയ ലൈക്ക് AI ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്, കരിക്കുലം ഇൻക്ലൂഡ് പ്രൊജക്ട് വർക്ക് ആൻഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് particularly in MCA program, prepare students for industry driven innovations. Specialization, research oriented full-time BTech programs are offered in disciplines such as computer science, civil, mechanical, electrical and electronics and engineering. Okay, full-time BTech programs are offered. ഇതൊന്നും ഇല്ലല്ലോ, ആകെ കമ്പ്യൂട്ടർ സയൻസിന്റെ ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ. Infrastructure, the campus provide modern labs and facilities designed to support technical research. കോളേജുകളിൽ ഫെസ്റ്റ് നടക്കാറുണ്ട്. ഓണം ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ് ആൻഡ് ലൈഫ് ക്ലബ്, NSS ഉണ്ട്, നാച്ചുറൽ ക്ലബ്, ഡാൻസ് ക്ലബ്, മ്യൂസിക് ക്ലബ്, ഡ്രോയിങ് ക്ലബ് ഒക്കെ ഉണ്ട്. റിവ്യൂ, I have no good experience with my expectations in life എന്ന് റിവ്യൂ ഇട്ടിട്ടുണ്ട്. ത്രില്ലഡ് ആണെന്നും പറഞ്ഞിട്ടും റിവ്യൂ ഉണ്ട്. ഓക്കെ, റിവ്യൂസ് നിങ്ങൾ നോക്കട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള കുറേ കോളേജുകൾ നോക്കി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് IHRDന്റെ അണ്ടറിൽ വരുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരാണ്. അത് നല്ലൊരു കോളേജാണ്. മീൻസ് 12,000 സംതിങ് ഒക്കെ ആയിരുന്നു നമുക്ക് എന്ത് വേണ്ടേ അവിടെ കിട്ടാൻ. എന്ത് കട്ട് ഓഫ് വരുന്നത് 10,000 12,000 കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു ഡിസ്ട്രിക്റ്റിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ബൈ.